വംശഹത്യക്കൊരു പുതിയ പേര്, വെടിനിർത്തൽ. യുദ്ധത്തിലും ഭരണത്തിലും നേര് പറയണമെന്നില്ല എന്നാണ് ഇന്നത്തെ തത്വം. രണ്ടിലും വസ്തുതയ്ക്ക് മീതെയാണ് പ്രചാരണം. എന്തിനേറെ, വെടിനിർത്തൽ പോലും വലിയൊരു പ്രോപ്പഗൻഡ മാത്രമാണ്, ലോകത്തെ മുഴുവൻ കബളിപ്പിക്കുന്ന പ്രോപ്പഗൻഡ. ഒക്ടോബർ 11 നിലവിൽ വന്നു എന്ന് പറയുന്ന വെടിനിർത്തൽ ഇസ്രായേൽ ഒറ്റ ദിവസം പോലും ലംഘിക്കാതിരുന്നിട്ടില്ല. 360-ലേറെ ഫലസ്തീൻകാരെ കൊന്നു. ഡിസംബർ 4 വരെ 591 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. UN റാപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനീസ് ചോദിക്കുന്ന പോലെ, ഇതെങ്ങനെ വെടിനിർത്തലാകും? ഇസ്രായേൽ മുടക്കമില്ലാതെ വംശഹത്യ തുടരുകയാണ്. ഫലസ്തീനെയും ലോകത്തെയും വഞ്ചിച്ച പരസ്യമായ തട്ടിപ്പാണിത്. വെടിനിർത്തൽ കാരണം എന്ത് മാറ്റമാണുണ്ടായത്? അവശ്യ വസ്തുക്കൾ ഇപ്പോഴും ഇസ്രായേൽ തടയുന്നു. ഡിസംബറിലെ തണുപ്പിലും ഫലസ്തീൻകാർക്ക് അഭയം ഒന്നുമില്ല. വംശഹത്യയുടെ മറ്റൊരു പേര് മാത്രമാണ് വെടിനിർത്തൽ. വംശഹത്യ അതേപടി നടക്കുന്നു. ദുരിതത്തിന് അയവില്ല. കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുന്നത് തുടരുന്നു. ജേർണലിസ്റ്റുകളെ ലക്ഷ്യമിട്ട് കൊല്ലുന്നത് തുടരുന്നു. അംഗഭംഗം വന്നവരുടെ എണ്ണം ഇപ്പോഴും പെരുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് മാറിയത്? ജനസൈഡിനെ സീസ് ഫയർ എന്ന് റീബ്രാൻഡ് ചെയ്തു. ലോകത്തിൻ്റെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഫലസ്തീനിൽ നിന്ന് മാറി, അത്രമാത്രം. സ്കോട്ടിഷ് പത്രമായ ദ നാഷണലിനെ പോലെ ഇത് വെടിനിർത്തലേ അല്ല എന്ന് തുറന്നു പറയുന്ന മാധ്യമങ്ങളുണ്ട്. പക്ഷെ വൻകിട മാധ്യമങ്ങൾ വെടിനിർത്തൽ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ ശാഠ്യം പുലർത്തുന്നു. സീസ് ഫയർ എന്ന് മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ എന്നോണം വാക്കുകളുണ്ട് കളിക്കുന്നു എന്ന് മാത്രം. ഫ്രാജൈൽ സീസ് ഫയർ എന്ന്, നേർത്ത വെടിനിർത്തൽ. ഒന്നുകിൽ വെടിനിർത്തൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നതല്ലാതെ നേർപ്പിച്ച വെടിനിർത്തൽ എന്നൊന്നുണ്ടോ? സത്യത്തിൽ വെടിനിർത്തൽ ഇല്ല, വെടിനിർത്തൽ ലംഘനങ്ങളേ ഉള്ളൂ. 2 മാസത്തോളമായി ലോകമാധ്യമങ്ങൾ പറയുന്ന ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമല്ല. അതൊരു ക്രൂരമായ തമാശയാണ്, പ്രോപ്പഗൻഡയാണ്. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ 1 വെബ്സൈറ്റ് സന്ദർശിക്കുക.